കേരള കോൺഗ്രസിന്റെ സീറ്റായി ഏറ്റുമാനൂരിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുമെന്ന് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സ്റ്റീഫൻ ചാഴിക്കാടൻ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി മന്ത്രിയായിരുന്നിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത പ്രദേശമായി ഏറ്റുമാനൂർ ടൗൺ ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങൾ മാറിയതിൽ ജനങ്ങളാകെ നിരാശരാണെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ആളെന്ന് പറയുന്നത് പാർട്ടി ചെയർമാൻ്റെ തീരുമാനം അന്തിമമായിരിക്കും. കാരണം ഏറ്റുമാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സാമുദായിക സമവാക്യങ്ങൾ, സന്തുലിതാവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ വളരെ വലിയ ഒരു പരിഗണനയ്ക്ക് വരുന്ന വിഷയം തന്നെയാണ് എന്ന് പാർട്ടി ചെയർമാൻ തന്നെ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നമുക്കറിയാം 82-ൽ EJ ലൂക്കോസ് ഇവിടെ വരുന്ന അവസരത്തിൽ വളരെ ശക്തമായ എതിർപ്പ് മറ്റ് എല്ലാ രംഗങ്ങളിൽ നിന്നും ഉണ്ടായെങ്കിൽ പോലും അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ മത്സരിച്ചു. വലിയ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം ജയിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ സ്ഥിതി മാറിയെങ്കിൽ ഇന്നിപ്പോൾ UDFൻ്റെ കളത്തിൽ UDFന് വളരെ വലിയ ഭൂരിപക്ഷം എന്ന് ഏറ്റുമാനൂർ നേടുവാൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി മാറി നിൽക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാവും. 100% നല്ല ഭൂരിപക്ഷത്തിൽ ഈ ജനവിരുദ്ധ ജനപ്രതിനിധിക്കെതിരായിട്ട് വിജയം കൊയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. KSEB വക സ്ഥലത്തേക്ക് മീൻ മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കുമെന്നും ചെറുക്കുളം വൃത്തിയാക്കി കുടിവെള്ള സ്രോതസ്സാക്കുമെന്നും ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും MLA സമ്പൂർണ്ണമായി പരാജയപ്പെട്ടതായും കേരളത്തിലെ ഏറ്റവും രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന പ്രദേശമായി ഏറ്റുമാനൂർ ടൗൺ മാറിയതായും സ്റ്റീഫൻ ചാഴിക്കാടൻ പറഞ്ഞു. ഏറ്റുമാനൂരിലെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ലഭ്യമല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റുമാനൂർ ടൗൺ ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ ഇന്ന് വളരെ രൂക്ഷമായ ഗതാഗത കുരുക്ക് രൂപപ്പെടുകയാണ്. ഏറ്റുമാനൂർ വഴി കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും രണ്ടാമത് ഇതിലെ വരുവാൻ ആഗ്രഹിക്കാത്ത രീതിയിലാണ് ഈ ഗതാഗത കുരുക്ക്. ദിവസങ്ങളോളം അല്ലെങ്കിൽ മണിക്കൂറുകളോളം എല്ലാ ദിവസവും ഈ ഗതാഗത കുരുക്ക് വളരെ രൂക്ഷമായി ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മംഗലക്കലുങ്ക് ഭാഗത്തുള്ള 3 ഏക്കർ KSEB സ്ഥലത്തേക്ക് നമ്മുടെ ഫിഷ് മാർക്കറ്റ്, ഇന്നും ഏറ്റവും കൂടുതൽ ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്ന ടൗണിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഫിഷ് മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കാമെന്ന് MLA ഉറപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ അത് മാറ്റി സ്ഥാപിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞ 5 വർഷ കാലഘട്ടമായി കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ക്ഷേത്രക്കുളം, വളരെ ശുദ്ധമായ കുടിവെള്ളത്തോടുകൂടി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ആ ക്ഷേത്രക്കുളം വൃത്തിയാക്കി അത് കുടിവെള്ള സ്രോതസ്സാക്കി മാറ്റുകയും ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അപ്രകാരം ചെയ്യുന്നതിൽ MLA സമ്പൂർണ്ണമായി പരാജയപ്പെടുകയാണ്. എലവേറ്റഡ് ഹൈവേ 5 വർഷമായിട്ടും യാഥാർത്ഥ്യമായില്ല. ഏനാതി പാലവും നീണ്ടൂർ പാലവും ഐമനം തിരുവാറൂർ ഉൾപ്പെടെയുള്ള പാലങ്ങൾ ഏതു നിമിഷവും വീഴാവുന്ന സ്ഥിതിയിൽ തുടരുന്നു. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്നും ക്രൈസ്തവർക്ക് തുല്യനീതി ഉറപ്പാക്കുന്ന റിപ്പോർട്ട് ക്രിസ്ത്യാനികളുടെ മാഗ്ന കാർട്ടയാണെന്നും അഡ്വക്കേറ്റ് സ്റ്റീഫൻ ചാഴിക്കാടൻ പറഞ്ഞു.